ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഏത് മണ്ഡലമാണ്? എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന നിയമമാണോ, അതോ BJP അക്കൗണ്ട് തുറന്ന ചാത്തന്നൂരാണോ, അതോ അല്ലെങ്കിൽ കഴക്കൂട്ടാണോ? ഇതൊന്നും അല്ല കേട്ടോ. ആരും പ്രതീക്ഷിക്കാത്ത, എന്നാൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ മണ്ഡലം മറ്റൊന്നാണ്. അത് തിരുവല്ലയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ BJP 3 സീറ്റുകളാണ് നേടിയത്. നിയമസഭയിൽ കരുത്തു കാട്ടിയത് ഈ 3 വമ്പന്മാരെ കൊണ്ടാണ്. രാജീവ് ചന്ദ്രശേഖർ നേമത്തും, V മുരളീധരൻ കഴക്കൂട്ടത്തും, BB ഗോപകുമാർ ചാത്തന്നൂരിലും താമര വിരിയിച്ചു. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ഞെട്ടിയത് BJP ജയിച്ച സീറ്റുകൾ കണ്ടിട്ടല്ല. അത് ഞെട്ടി, എന്നാലും മറിച്ച് BJP 2ാം സ്ഥാനത്തെത്തിയ ആ 6 മണ്ഡലങ്ങൾ കണ്ടിട്ടാണ്. മെയ് 4 വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ പാലക്കാട്, മലമ്പുഴ, ആറ്റിങ്ങൽ, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ സീറ്റുകൾക്കൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായി തിരുവല്ലയിലും BJP 2ാം സ്ഥാനത്തേക്ക് എത്തി. അത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മുന്നേറ്റമായിരുന്നു. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി തിരുവല്ലയിൽ സൃഷ്ടിച്ചത് വെറുമൊരു വോട്ട് വർധനവല്ല, അതൊരു രാഷ്ട്രീയ അത്ഭുതം തന്നെയാണ്. 2021 വെറും 16% വോട്ടുണ്ടായിരുന്നിടത്ത് ഇന്ന് 30% മുകളിലേക്ക് കുതിച്ചു കയറിയതാണത്. അനൂപ് ആന്റണി 2ാം സ്ഥാനത്തെത്തിയത് വെറുതെയൊന്നുമല്ല. എങ്ങനെയായിരിക്കും? 4 പതിറ്റാണ്ടോളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മുൻ മന്ത്രി കൂടിയായ മാത്യു ടി തോമസിനെ പോലെ ഒരു അധികായനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് BJP എങ്ങനെയായിരിക്കും കുതിച്ച് കയറിയത്? ഇത് വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ മുഖമാണ്. അനൂപ് ആന്റണി തിരുവല്ലയിൽ സൃഷ്ടിച്ച ആ സീക്രട്ട് ഫോർമുല എന്താണ്? നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ പരിശോധിക്കാം. ഈ തിരഞ്ഞെടുപ്പോടെ BJP കേരളത്തിലൊരു 3ാം കക്ഷി എന്ന നിലയിൽ നിന്നും മാറി പലയിടത്തും പ്രധാന പോരാളിയായി മാറിയിരിക്കുകയാണ്. 3 സീറ്റുകൾ ജയിച്ചതിന് പുറമേ തന്നെ 6 മണ്ഡലങ്ങളിലാണ് BJP 2ാം സ്ഥാനത്തെത്തിയത്. അപ്പോൾ ഇതൊന്ന് വിശകലനമാക്കാം. 1ാമത് തിരുവല്ല, 2ാമത് പാലക്കാട്, 3ാമത് മലമ്പുഴ, 4ാമത് ആറ്റിങ്ങൽ, 5ാമത് കാസർഗോഡ്, 6ാമത് മഞ്ചേശ്വരം. ഇതിൽ പാലക്കാടും മഞ്ചേശ്വരവും കാസർഗോഡും പണ്ടേ BJP 2ാം സ്ഥാനത്തെത്തുന്ന ഇടങ്ങളാണ്. നമ്മളിത് ഒരുപക്ഷെ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലങ്ങൾ കൂടിയാണ്. എന്തോ അട്ടിമറി സംഭവിച്ചതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ തിരുവല്ലയിലേക്ക് വരുമ്പോൾ ഈ ഫലം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടായിരിക്കും? അവിടെയാണ് നമ്മൾ ഡാറ്റകളും കണക്കുകളും എല്ലാം വിശദമായി തന്നെ പരിശോധിക്കേണ്ടത്. തിരുവല്ലയിൽ BJP സ്ഥാനാർത്ഥി അനൂപ് ആന്റണി നേടിയത് 43,078 വോട്ടുകളാണ്. അദ്ദേഹം പരാജയപ്പെട്ടത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമനോടാണ്. വെറും 10,146 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം. കഴിഞ്ഞ തവണ ഇവിടെ BJP 3ാം സ്ഥാനത്തായിരുന്നു. അവിടെ നിന്നാണ് ഈ പടുകൂറ്റൻ കുതിച്ചുചാട്ടം സംഭവിച്ചത്. 2021 വെറും 22,674 വോട്ടുകൾ മാത്രം നേടിയ സ്ഥാനത്ത് നിന്നാണ് ഈ ഇരട്ടി കുതിപ്പ് എന്ന് ഓർക്കുമ്പോഴാണ് ഈ മുന്നേറ്റത്തിൻ്റെ വ്യാപ്തി നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടായിരിക്കും തിരുവല്ലയിലെ ഫലം രാഷ്ട്രീയ നിരീക്ഷകരെ ഇത്രത്തോളം ഞെട്ടിക്കുന്നത്? ഇനി ആ പ്രധാന പോയിന്റിലേക്ക് വരാം. അതിൻ്റെ ഉത്തരം ആ മണ്ഡലത്തിൻ്റെ ഘടനയിലാണ്. സാധാരണഗതിയിൽ BJP ജയിക്കുന്നതോ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നതോ ആയ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അതിലൊരു പ്രത്യേകത കാണാം. അതായത് ഒരു കോമൺ ഫാക്ടർ അവിടെയെല്ലാം ഉണ്ടാകും. ഒന്നെങ്കിൽ അത് 70% മുകളിൽ ഹിന്ദുക്കളുള്ള മണ്ഡലമായിരിക്കണം, അതുമല്ലെങ്കിൽ മഞ്ചേശ്വരം പോലെ മുസ്ലിം ഹിന്ദു വോട്ടുകൾ മാത്രം നിർണായകമായിട്ടുള്ള ഇടമായിരിക്കും. പക്ഷേ തിരുവല്ലയിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ, അവിടുത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 55% മാത്രമേ ഉള്ളൂ. ക്രൈസ്തവ ജനസംഖ്യ എന്ന് പറയുമ്പോൾ ഏകദേശം 45% ഉണ്ട്. തിരുവല്ലയെ ക്രൈസ്തവ ഹൃദയഭൂമി എന്ന് വിളിക്കാം. മാർത്തോമാ സഭയുടെ ലോക ആസ്ഥാനം തന്നെ അവിടെയാണ്. ഓർത്തഡോക്സ്, മലങ്കര, കത്തോലിക്ക, പെന്തക്കോസ്ത് സഭകളുടെ ശക്തമായ സാന്നിധ്യമുള്ള ഇടമാണ്. ഈ മണ്ഡലത്തിൽ ഒരു BJP സ്ഥാനാർത്ഥിക്ക് എങ്ങനെ 43,000 മുകളിലൊക്കെ വോട്ട് കിട്ടി? എങ്ങനെയാണ് ആ മണ്ഡലത്തിൽ BJP 30%-ലധികം വോട്ട് വിഹിതം നേടിയത്? ഇവിടെയാണ് നായർ പൊളിറ്റിക്സും ക്രിസ്ത്യൻ പൊളിറ്റിക്സും ഒക്കെ തമ്മിലുള്ള ഒരു പുതിയ ലയനം സംഭവിക്കുന്നത്. തിരുവല്ല NSS രാഷ്ട്രീയത്തിൻ്റെ വലിയ കേന്ദ്രം കൂടിയാണ്. ഈ 2 വിഭാഗങ്ങളും BJPക്ക് വോട്ട് ചെയ്തു എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പലതും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ അത്ഭുതം സാധ്യമായത്?
അവിടെയാണ് അനൂപ് ആന്റണി എന്ന യുവ നേതാവിൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ചയാകുന്നത്. അദ്ദേഹം എല്ലാ സമയവും അവിടുത്തെ ജനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു നേതാവാണ്. ചാത്തന്നൂരിൽ BJP ജയിച്ചപ്പോൾ അവിടെ കണ്ട ഒരു പ്രത്യേകതയുണ്ട്. ഒരു നേതാവ് ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് വർഷങ്ങളോളം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിരുന്നു അത്. അതേ മാതൃകയാണ് തിരുവല്ലയിൽ അനൂപ് ആന്റണി പരീക്ഷിച്ചത് എന്ന് പറയേണ്ടത്. അദ്ദേഹം യഥാർത്ഥ ഒരു ജനസേവകൻ തന്നെയാണ്. തിരുവല്ലയിൽ BJP പരീക്ഷിച്ച പുതിയ അനുഭവം എന്താണ്? നേരിട്ടുള്ള ജനസമ്പർക്കമാണ്. രാഷ്ട്രീയത്തിനതീതമായി വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അനൂപ് ആന്റണിക്ക് സാധിച്ചിട്ടുണ്ട്. ഓരോ ചായക്കടയിലും ഓരോ വീടുകളിലും അദ്ദേഹം എത്തിയപ്പോൾ BJP എന്നത് അവർക്ക് പരിചിതമായൊരു പേരായി മാറി. BJP കാൻഡിഡേറ്റ് എന്നതിനുപരി അനൂപ് ആന്റണി എന്ന പേരിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത്. അത് തന്നെയല്ലേ വേണ്ടതല്ലേ? പിന്നെ സഭാ നേതൃത്വവുമായുള്ള ചർച്ചകൾ. ക്രൈസ്തവ സഭകൾക്കിടയിൽ BJPയെക്കുറിച്ചുണ്ടായിരുന്ന മുൻവിധികളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലവ് ജിഹാദ്, വഖഫ് ഭേദഗതി തുടങ്ങിയ വിഷയങ്ങളിൽ സഭകൾക്കുണ്ടായിരുന്ന ആശങ്കകൾ അദ്ദേഹം അഭിസംബോധന ചെയ്തു. അതിനുവേണ്ടി ഇഷ്ടംപോലെ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ വികസന രാഷ്ട്രീയം, കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഓരോ വീട്ടിലും എത്തിക്കുന്നതിൽ പ്രവർത്തകർ വിജയിച്ചിട്ടുണ്ട്. സാമുദായിക ഐക്യം വേറെ. നായർ ക്രിസ്ത്യൻ ബെൽറ്റിൽ BJPക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. സത്യം പറഞ്ഞാൽ മതജാതി എന്നതിനെല്ലാം അപ്പുറം വികസനവും അതുപോലെ തന്നെ ജനസമ്പർക്കമൊക്കെയാണ് ഇവിടെ വിജയിച്ചത്. ഇതൊരു മാതൃകയാണ്. കഠിനമായ മണ്ഡലത്തിൽ പോലും ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ വോട്ട് വിഹിതം കുത്തനെ ഉയർത്താമെന്നതിന് തിരുവല്ല ഒരു വലിയ തെളിവാണ്. സത്യം പറയാലോ, തിരുവല്ലയിലെ ആ ഒരു റിസൾട്ട് എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞതാണ്. അതൊരു വൻ മുന്നേറ്റം തന്നെയായിരുന്നു, ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു. തിരുവല്ലയിൽ BJP ജയിച്ചില്ലായിരിക്കാം, പക്ഷേ അവർ അയച്ച സന്ദേശം വളരെ വലുതാണ്. ഈ ഫലം സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മധ്യ തിരുവിതാംകൂറിലെ പല മണ്ഡലങ്ങളും BJP പിടിച്ചെടുക്കും എന്ന് തന്നെയാണ്. തിരുവല്ലയ്ക്ക് സമാനമായ സ്വഭാവമുള്ള ഇനി അടുത്തതായി പറയുന്ന ചില മണ്ഡലങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ചെങ്ങന്നൂർ അടുത്ത തവണ BJP ലക്ഷ്യം വയ്ക്കുന്ന ഒന്നാമത്തെ മണ്ഡലമാണ് ചെങ്ങന്നൂർ. അവിടെ തീർച്ചയായും ചരിത്രം തിരുത്തിക്കുറയ്ക്കും. അതുപോലെ ആറന്മുള, റാന്നി, ശബരിമല വിഷയത്തിന് ശേഷം BJPക്ക് വലിയ വേരോട്ടം ലഭിച്ച മണ്ഡലങ്ങളാണ് അതൊക്കെ. പിന്നെ നേരെ വരുമ്പോൾ കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും. തിരുവല്ലയിലെ നായർ ക്രിസ്ത്യൻ ഫോർമുല ഇവിടെ കൂടി പരീക്ഷിക്കപ്പെട്ടാൽ അത് BJPയുടെ വിജയത്തിന് തന്നെ കാരണമാകും. അപ്പോൾ ഈ മണ്ഡലങ്ങളെല്ലാം തിരുവല്ലയുടെ അതേ സ്വഭാവമുള്ളവയാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ BJP ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ കേരള നിയമസഭയിൽ താമര വിരിയുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 2 അക്കത്തിലാണെത്തുക. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. വേണ്ടി വന്നാൽ ഇത്തവണത്തെ UDFൻ്റെ കയ്യിലിരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നാം ശക്തി തന്നെ BJP ആയേക്കാം. എന്തായാലും 2021 തിരുവല്ലയിൽ BJPക്ക് ലഭിച്ചത് വെറും 16.25%, അതായത് 22,674 വോട്ട്. എന്നാൽ 2026 വന്നപ്പോൾ 30.61%, 43,078 വോട്ടായി. ഏകദേശം 14.36% വർധനമാണ്, അതായത് ഇരട്ടി തന്നെ. കേരള രാഷ്ട്രീയത്തിലൊരു മണ്ഡലത്തിൽ BJP നടത്തുന്ന ഏറ്റവും വലിയ കുതിപ്പുകളിലൊന്നാണിത്. സിറ്റിംഗ് MLA ആയിരുന്ന മാത്യു ടി തോമസ് 42,023 വോട്ടുകളുമായി 3ാം സ്ഥാനത്തേക്ക് പോയപ്പോൾ അനൂപ് ആന്റണി അദ്ദേഹത്തെ മറികടന്നു എന്നത് ഇടതുമുന്നണിക്ക് വലിയൊരു തിരിച്ചടിയാണ്. ഇടതിനും വലതിനും ഇത് വിറപ്പിച്ചിട്ടുണ്ട്. BJPക്ക് ലഭിച്ച വോട്ടുകളിൽ വലിയൊരു ഭാഗം ഇടതുമുന്നണിയുടെ വോട്ട് ബാങ്കിൽ നിന്നാണ് ചോർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവല്ല ഒരു രാഷ്ട്രീയ പാഠപുസ്തകം കൂടിയാണ്. കൃത്യമായ പ്ലാനിങ്ങും ജനസമ്പർക്കവും ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും BJPക്ക് വിജയ സാധ്യതയുണ്ടെന്ന് തിരുവല്ല ഇപ്പോൾ തെളിയിച്ചു തന്നിരിക്കുകയാണ്. അനൂപ് ആന്റണി എന്ന നേതാവ് അവിടെ പടുത്തുയർത്തിയ ആ അടിത്തറയുണ്ടല്ലോ, അത് BJPയുടെ വരുംകാല വിജയങ്ങളുടെ തുടക്കം മാത്രമാണ്. ഇതൊരു ടീസർ മാത്രമാണെന്ന് തന്നെ പറയാം. അടുത്ത തവണ തിരുവല്ല പിടിക്കാൻ BJPക്ക് എന്തായാലും എളുപ്പം തന്നെ ആയിരിക്കും. മധ്യ തിരുവിതാംകൂറിൽ BJP താമര വിരിയിച്ചിരിക്കും. കാരണം നേമത്തെയും കഴക്കൂട്ടത്തെയും ചാത്തന്നൂരിലെയും എല്ലാം പ്രകടനങ്ങൾ 5 വർഷം കഴിയുമ്പോൾ ഉള്ള അവിടുത്തെ മാറ്റങ്ങൾ ജനങ്ങളെ തീർച്ചയായും സ്വാധീനിക്കും. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.